എന്താ സംഭവിച്ചന്ന്? നിങ്ങൾ എന്ത് ബാംഗ്ലൂർ എത്തിന്ന് പറഞ്ഞാണ്ട് ഇറങ്ങി ചാടിപ്പോയതാ? എന്താ സംഭവിച്ചേ? ഞാനും അവരൊക്കെ ഇറങ്ങി വിചാരിച്ചോണ്ട് ഇറങ്ങി രാത്രി വരെ നിന്നാ ഞാൻ കൊണ്ട് ഞങ്ങള് ആക്കി തരാന്ന് ആക്കി തരാറ്. ഓക്കെ. പേടിയൊന്നും വന്നില്ല നിങ്ങൾക്ക്? പേടിയൊന്നും വന്നില്ല. കൂട്ടത്തിൽ എത്ര ദിവസം പിന്നെ അങ്ങോട്ടും തിരിഞ്ഞ് നടന്നു അവിടെ ബാംഗ്ലൂര്? 3 ദിവസല്ലേ. 3 ദിവസം നടന്നു അല്ലേ? അപ്പൊ വണ്ടിയുടെ ബാക്കത്തെ ബസ്സിന്റെ ഫുള്ള് കാര്യങ്ങൾ തന്നെ ഏൽപ്പിക്കൂ. ചെറിയ മക്കളോട് നമ്മൾ പോണത്, അതുകൊണ്ട് എന്താ പറയാ, കൈ വെള്ളയിലിട്ട് ഇങ്ങനെ അവരെ നന്നായിട്ട് നോക്കണം. അറിയാലോ, ചെറിയ മക്കളാണ്. അപ്പൊ ആ ഭാഗം അഥവാ ക്ലീനർ ഭാഗം തന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇനി ഇവിടുന്ന് നീച്ചൂല. നമ്മൾ പോണത് ബാംഗ്ലൂർക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലാണ്. ഞാനൊരു ടൂർ പോകാൻ നിൽക്കണം, ഒരു ബസ്സിലാട്ടോ. ടൂറിസ്റ്റ് ബസ്സിന്റെ ഡ്രൈവർ സീറ്റിലാണ് കയറിയിരിക്കുന്നത്. 1.5 ടൂർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ടൂറാണ്. ചുറ്റുകൊണ്ട് മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെസ്സേജും കൂടിയാണ്. എന്താണല്ലേ? ലെറ്റ്സ് ഗോ ടു വീഡിയോ. അതെ സുഹൃത്തുക്കളെ, ഇത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിനടുത്ത് മുണ്ടിത്തൊടിക എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ തീരം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമായ വയോജനങ്ങളെ കൊണ്ട് ടൂർ പോകുന്ന ഒരു പരിപാടി. ഇപ്രാവശ്യം അവർ തിരഞ്ഞെടുത്തത് വളരെ വ്യത്യസ്തമായൊരു വഴിയാണ്. ഇതുവരെ ട്രെയിൻ യാത്രയും ഫ്ലൈറ്റ് യാത്രയൊന്നും നടത്താത്ത കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർ ബാംഗ്ലൂരിലേക്ക് പോവാണ്. അങ്ങോട്ട് ട്രെയിനിനും ഇങ്ങോട്ട് ഫ്ലൈറ്റിനും, അഥവാ 2 in 1 ആണ്. ഒറ്റ യാത്ര കൊണ്ട് 2 കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം പോയപ്പോൾ ഒരു മനുഷ്യൻ ട്രെയിൻ യാത്രയിൽ മിസ്സായി. അതിൻ്റെ കഥ കേട്ടിട്ട് ബാക്കി കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ സന്തോഷപരമായിട്ട് ട്രെയിനും പിന്നെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് യാത്രക്കൊക്കെ പോയി ബാംഗ്ലൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ്, ഏകദേശം ഒരു 60-65 കിലോമീറ്റർ മുമ്പ് മിസ്സായ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? പേര്? ബാലൻ. എന്താ സംഭവിച്ചു അന്ന്? നിങ്ങൾ എന്ത് ബാംഗ്ലൂർ എത്തിന്ന് പറഞ്ഞാണ്ട് ഇറങ്ങി ചാടിപ്പോയതാ? എന്താ സംഭവിച്ചേ? ഞാനും അവരൊക്കെ ഇറങ്ങി വിചാരിച്ചോണ്ട് ഇറങ്ങി വലിയ അങ്ങാടി കണ്ടപ്പോട്ട് ഇറങ്ങി. അത് ശരി. എന്നിട്ട് പിന്നെ നോക്കുമ്പോ അവരെ കണ്ടില്ല, ആൾക്കാരെ കണ്ടില്ല. അപ്പൊ പേടിച്ചോ? പേടിച്ചിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ആൾക്കാരൊക്കെ. നിങ്ങൾ മലയാളം സംസാരിച്ചേ? മലയാളം. അപ്പൊ മലയാളികൾ ആരെങ്കിലും വന്നോ സഹായത്തിന്? ഒരാളുണ്ട് അവിടെ വന്നു. എന്നിട്ട് അപ്പൊ അത് പറഞ്ഞ ഇങ്ങനെ രാത്രി വരെ നിന്നാ ഞാൻ കൊണ്ട് ഞങ്ങള് ആക്കി തരാറ്. ഓക്കെ. പേടിയൊന്നും വന്നില്ല? പേടിയൊന്നും വന്നില്ല. കൂട്ടത്തിൽ വന്ന ആളുകൾ ബസ്സിൽ കയറിയതും നമ്മുടെ യാത്രയിൽ കണ്ട ഓലില്ലാത്തൊന്നും വിഷമൊന്നും വന്നില്ല? എത്ര ദിവസം നിന്നു ബാംഗ്ലൂർ മൊത്തത്തില്? 3 ദിവസം. 3 ദിവസം നിന്നു. അപ്പൊ താമസമൊക്കെ എവിടെയായിരുന്നു? എവിടെയെങ്കിലൊക്കെ കിടക്കും. അങ്ങനെ റോഡ് സൈഡിൽ കിടന്നു. അതിൽ നിങ്ങൾക്ക് ഒരു പേടിയും ബേജാറൊന്നും വന്നിട്ടില്ല? ഇല്ല. ഇത് നാടല്ല എന്നുള്ളത് ഒന്നുമില്ല. നമ്മള് സ്വപ്ന തുല്യ യാത്രക്ക് പോയിട്ട് ഇടവയ്ക്ക് അവള് കുടുങ്ങി. ഞാൻ വീട്ടുകാർ തെരഞ്ഞെടുക്കാവാ വിചാരിച്ച കൊറേ ചുറ്റിക്കറിഞ്ഞാണ്. പിന്നെ ഫോൺ നമ്പറോ കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ലല്ലോ ഇവിടെ പോകുമ്പോ. അത്രയും ഉഷാറായിട്ടല്ലേ നമ്മള് പോയതല്ലേ? അതിന്റെ ഇടയിൽ നിങ്ങള് എത്തിന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങി. അതാണ് പ്രശ്നമായത്. പേടിയൊന്നും വന്നൊന്നുമില്ല. പിന്നെ നിങ്ങള് കൊണ്ടുപോയ ആളുകൾ എങ്ങനെ നിങ്ങൾ തെരഞ്ഞെത്തിയത്? പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് വന്നു. രണ്ടാമതും ബാംഗ്ലൂർക്ക് തന്നെ വന്നു. അപ്പോഴേ ഇതേ നമ്മുടെ തീരത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്രയും അടിപൊളിയായിട്ട് MLA ഫ്ലാഗ് ഓഫും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ആളുകൾക്ക് കാണാണ്ട് നമ്മൾ പോയ വീഡിയോ. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണല്ലോ. നമ്മളിത് തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞ തന്നെ മതിയാണ്, അല്ലേ? അതല്ലേ? നമ്മളിത് മറച്ചു വെക്കാനൊന്നും ശ്രമിക്കില്ല. അതിൽ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അതെ ഒരു പാടാണ്. ഒന്നുകൂടി ശ്രദ്ധ ചെലുത്താൻ. 5-6 പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയതാണ്. ഇയാൾ ഇങ്ങനത്തെ പ്രാവശ്യം നമ്മൾ കൂടെ പോകുന്നുണ്ട്. 5-6 പ്രാവശ്യം. 6 പ്രാവശ്യം നിങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രാവശ്യമൊക്കെ അയാൾ വളരെ നീറ്റായിട്ട് പോകുന്ന മനുഷ്യനാണ്. അന്നും അയാൾ വളരെ ഉഷാറാണ്. പക്ഷെ ചെറിയൊരു പാൾട്ട് പറ്റി അയാള് എല്ലാരും ഇറങ്ങിയെന്ന് വിചാരിച്ചാൽ ഇറങ്ങിപ്പോയി. അതിൽ നിങ്ങള് പിന്നെ പോയ വളണ്ടിയേഴ്സിനെ ആ ശ്രദ്ധയിൽ പെടുത്താൻ പറ്റിയില്ല? അല്ല, അപ്പോഴത്തന്നെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോഴേ ഞങ്ങൾ അടുത്ത വനസ്വാടി ഇവിടെ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തു. ഓൺലൈനിൽ കംപ്ലൈന്റ് ചെയ്തു. എന്നിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ അവിടെ കംപ്ലൈന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ യശ്വന്തപുരത്ത് എത്തി. യശ്വന്തപുരത്ത് എത്തിയോട് കൂടി അവിടെ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ ഈ അപ്പത്തിന് 2 പേരെ ഞങ്ങൾ ഈ കാർമാലും അതുപോലെ യശ്വന്തപുരത്ത് നിന്ന് അവിടെ പരിശോധിച്ചു. 2 വളണ്ടിയേഴ്സിനെ ഞങ്ങൾ ഈ കാർമാല ഇറങ്ങിയ സംശയിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷെ അവിടെ എത്തി അവര് ട്രെയിന് 1.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ അവിടുന്ന് നടന്നു പോയിട്ടുണ്ട്. മൂപ്പർക്ക് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 പേര് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നോളി 9 മണിക്ക് അവരിപ്പോ വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ 9 മണിക്ക് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് എത്തി ഞങ്ങൾ പോകുമെന്ന് വെച്ചാൽ വീട്ടിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാള് കച്ചവടക്കാരല്ല, അയാളെ പണിക്ക് നോക്കിയപ്പോ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ അവിടെ നേരെ നടക്കുന്നത്
ഈ വേറൊരു മലയാളി കണ്ടിട്ടുണ്ട്. അത്രയും ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ വിവരം. അതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണോ രണ്ടാമത് ഇത്? അല്ല, ഞങ്ങൾ 4 പേര് ആദ്യത്തെ ദിവസം നിന്നു. ഇവരെ മറ്റേ യാത്രക്കാരെ വിട്ടിട്ട് 5 പേര് ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ നിന്നു മിസ്സായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 4 പേര് പിറ്റേന്ന് ദിവസം ഞങ്ങൾ 2 പേര്, ഞാനും മുറുമൊഴി 2 പേര് അവിടെ നിന്നു. അപ്പൊ നിന്ന് കണ്ട് ഞങ്ങൾ അവിടുത്തെ FIR തയ്യാറാക്കി. അപ്പോഴേക്കും ഇയാളെ ബന്ധുക്കള് 3 പേര് നാട്ടിൽ നിന്ന് അവിടെ എത്തി. ഒരു ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും തിരിച്ചെത്തിയപ്പോ അവര് ബന്ധുക്കളെ വന്നിട്ട് ഈ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചപ്പോ അവർ കറക്റ്റ് പറഞ്ഞു കൊടുത്തു. ബന്ധുക്കള് പാനിക്കായോ അങ്ങനെ സംഭവം? ഇല്ലല്ല, അവരൊക്കെ നമ്മളെ അറിയുന്ന ആളുകളും വളരെ സൗഹൃദമുള്ള ആളുകളായി, നമ്മളെ കുറിച്ച് നല്ല വിശ്വാസമുള്ള ആളുകളായതുകൊണ്ട് അവർ വന്ന് അന്വേഷിച്ചപ്പോ അവർക്ക് വിവരം കിട്ടി. ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ കോഴിക്കോട്ട് അയക്കാന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ അവര് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇനി ബാക്കിയുള്ള അവിടുന്ന് എങ്ങോട്ട് പോയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് FIR തയ്യാറാക്കാതെ FIR ഇടാതെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ FIR ഇട്ട് അവർക്ക് നമ്പർ കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ പിറ്റേന്ന് ഉമർമൊഴി നാട്ടിലേക്കും ഞാൻ ഈ കാർമലാറിലെ ഈ ബന്ധുക്കളുടെ അടുത്തേക്കും വന്നത്. ഈ ബന്ധുക്കളടുത്ത് വന്നുകൊണ്ട് ഞാനും അവരും കൂടി പിന്നീട് റിലേഷൻഷിപ്പ് തപ്പാൻ പോയപ്പോൾ വേറൊരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ആള് നടന്ന് റെയിൽനാക്കൂടി നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞോട് കൂടി ഞങ്ങൾക്ക് മനസ്സിലായി ആൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായി. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ടൗൺ കർമ്മല ടൗൺ ഫുള്ള് ചെക്ക് ചെയ്തു. ഈ ബന്ധുക്കൾ 5 കിലോമീറ്റർ ട്രാക്കൂട്ടിൽ മാത്രം നടന്നു. ബന്ധുക്കൾ 3 പേരും ഞാനും ബാക്കിലും വേറെ രണ്ട് വളണ്ടിയേഴ്സിനെ കിട്ടി. ഞങ്ങൾ അവിടുത്തുകാരായ സംഘടനക്കാരായ 2 സ്പേസിന്റെ ആളുകളായ 2 ആളുകളെ കിട്ടി. അവരും കൂടി ഞങ്ങൾ നടന്നു. പിറ്റേന്ന് ഞങ്ങൾ അങ്ങനെ അന്ന് രാത്രി അവിടെ കൂടി. പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ബന്ധുക്കളും ഞാനും കൂടി നടന്നു. അതിനുശേഷമാണ് അവര് നടന്ന് ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷൻ അതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനിലും പോയി. എന്നിട്ട് അവിടെ ഏതെങ്കിലും സ്റ്റേഷനിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കി. ഒരു സ്റ്റേഷനിൽ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അവരെ മക്കൾ പറഞ്ഞു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇന്ന് പോയേ പറ്റൂ, നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്റെ തീരം പ്രവർത്തകരോട് 4-5 പേരോട് അന്ന് തന്നെ കയറാൻ പറഞ്ഞു. അന്നത്തെ രാത്രി തന്നെ കയറാൻ പറഞ്ഞു. ആ കയറാൻ പറഞ്ഞ ബസ് അവർ ബസ് ട്രെയിനൊക്കെ നോക്കി, പ്ലെയിനൊക്കെ വരാൻ നോക്കി കിട്ടില്ല. അവസാനം കിട്ടിയ ബസ്സിൽ അവർ വന്ന് ബസ് ഇറങ്ങുന്ന സമയത്താണ് അവരെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഉണ്ട്, മിസ്സായ ഈ 5 പേരോട് വരാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ ഈ പറഞ്ഞ കർമ്മലാറ്, വനസ്വതി അതുപോലുള്ള 4-5 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫുള്ള് നേരത്തെ തപ്പാന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അവിടെ നടന്ന ടൗൺ ഫുള്ള് തപ്പാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. കണ്ടെത്തിയത് ഈ അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്താണ്. ഗംഗേരി എന്നുള്ള സ്ഥലത്തല്ല, അവിടുന്ന് 10-20 കിലോമീറ്റർ അതാണ് അയാൾക്കുള്ള പ്രത്യേകത. അല്ല, ഞാൻ വേറെ സംബന്ധിച്ച് ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആ ഒരു യാത്രയിൽ ലക്ഷ്യം വെച്ചത് ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയാണ്. മുമ്പ് തിരിച്ച് ഫ്ലൈറ്റിലാണോ വന്നേ? അതെ, അത് ഞങ്ങൾ അദ്ദേഹത്തെ അതേ ദിവസം തന്നെ 2 ദിവസം നമ്മൾ കുറച്ച് തീ തിന്നെങ്കിലും അല്ലെ ആ സ്വപ്നം നമ്മൾ നിറവേറ്റി അദ്ദേഹത്തെ. അപ്പൊ നിങ്ങള് ഹാപ്പിയാണ്? ഇങ്ങനെയൊക്കെ സംഭവിച്ചു 2 ദിവസം അവിടെ പോയെങ്കിലും ചെറിയൊരു പേടി വന്നെങ്കിലും തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ വന്നു. അതിൽ ഭയങ്കര സന്തോഷവാനാണ് ഇപ്പോ. ഇനി അടുത്ത തവണ എന്തെങ്കിലും ടൂർ വരുമ്പോ പോവും ഇതേപോലെ എവിടേക്കെങ്കിലും വണ്ടിയിൽ ഇറങ്ങി പോവോ? ഇല്ല, വളരെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒപ്പം നടക്കുന്ന ആളുകളെ നടക്കുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു അഡ്വൈസ് എന്താണ് ഇത്രയും വയസ്സായ ആളുകളായിട്ട് പോകുമ്പോൾ? ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഈ വയസ്സന്മാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനന്ദമാണ് ഞങ്ങളെ ആനന്ദം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ മിസ്സാകുമ്പോൾ ഞങ്ങളുടെ ആനന്ദം മാത്രമല്ല, അത്രയും കാലം ഞങ്ങൾ ആ ഒരു മാനസിക സുഖം ഉണ്ടല്ലോ അത് മുഴുവൻ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഈ അദ്ദേഹത്തെ കിട്ടാതെ ഞാൻ പോരില്ല തീരുമാനിച്ച് ബാംഗ്ലൂർ നിന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ആളും കൊണ്ടേ പോരുള്ളൂ. കാരണം ബാംഗ്ലൂർ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസം, കാരണം ജീവിച്ചിരിക്കുന്നു എന്നുള്ള തീരുമാനിച്ചോട് കൂടി ഞാൻ പോരുള്ളൂ തീരുമാനിച്ച് ഉറപ്പിച്ച മത്സരമാണ്. പക്ഷേ ദൈവസഹായം അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവസഹായം അയാളെ എത്തിച്ചത് മൈസൂർ റോഡിലേക്ക് ആയതുകൊണ്ട്, കോഴിക്കോടേക്കുള്ള റോഡിലായതുകൊണ്ട്, ആ റോഡിലായതുകൊണ്ട് ഈ ബസ്സിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ രൂപം ഭാവമൊക്കെ മാറുമായിരുന്നു. ഇന്നലെ തന്നെ അയാൾ കാണുമ്പോൾ തന്നെ വളരെ ക്ഷീണിതനായ അവസ്ഥയിലായിരുന്നു. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരാൾക്കും തിരിച്ചറിയില്ല, അയാൾക്ക് നടക്കാനും കഴിയില്ല. കാരണം അയാളുടെ കയ്യിൽ ഫണ്ടും ഇല്ല, ഒന്നുമില്ല. ദൈവം സഹായിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അവിടുത്തെ KMCC, അവിടുത്തെ എല്ലാ ആളുകളും, അസ്ലം എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾക്ക് വേണ്ടി ഫുള്ളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത് വീട്ടുകാരൊപ്പം അത് ഉമർമൊഴി നമ്മൾക്ക് പേപ്പർ റെഡിയാക്കാൻ വേണ്ടി നമ്മളെ കൂടെ വന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന KMCC മാധ്യമ പത്രം
ആരും എടുത്തു പറയാവുന്ന ഒരുപാട് സംഘടനകൾ, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഉറക്കൊഴിച്ച് തെരഞ്ഞവരുണ്ട് നമ്മളെ കൂടെ, അവിടുത്തെ പ്രവർത്തകരുണ്ട്. അവരുടെ എങ്ങനെ നന്ദി പറയണം ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നല്ലൊരു സംഭവമായിട്ടുണ്ട്. സന്തോഷമായി. കാരണം നമുക്ക് ഒരു പേടിന്ന് വളരെ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ വളരെ ഹാപ്പിയായി. അത് മാത്രമല്ല, നമ്മൾ എന്താണ് ഇവരെ കൊണ്ട് ഉദ്ദേശിച്ചത് അതന്നെ നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും നിങ്ങൾക്ക് മുമ്പിലുള്ള ആളോട് അതാ പറഞ്ഞത്, പുള്ളി ഫ്ലൈറ്റിലാണ് തിരിച്ചു വന്നത്. ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. ഇനി എന്തായാലും ഇതേപോലത്തെ പിന്നെ നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് തീരത്തിന് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇനി നമുക്ക് തീരത്തിന്റെ യാത്ര ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം ആളുകൾക്ക് അല്ലേ? അപ്പോഴേ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടിനടുത്ത് മുണ്ടിത്തൊടിക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ ബസ്സിന്റെ പിന്നെ ഡ്രൈവർ സീറ്റിൽ നിന്നൊരു കാര്യം പറഞ്ഞല്ലോ, അതാണ് നമ്മൾ ഇനി കാണാൻ പോകട്ടെ. നോക്കി, തീരം വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന വിമാന തീവണ്ടി വയോജനങ്ങളുടെ ഉല്ലാസയാത്ര. അഥവാ ഇത് നമുക്ക് ഒരുപാട് മാതൃകയാകാൻ പറ്റുന്നൊരു വിഷയം കൂടിയാണ്. കാരണം 60 വയസ്സിന് മുകളിലുള്ള, അഥവാ എന്താ പറയുക, വീട്ടിൽ വിശ്രമിക്കേണ്ട ആളുകൾ, വീട്ടിൽ മാത്രം കൂടി നിൽക്കേണ്ട ആളുകളല്ല, അവരെ ഒന്ന് പുറം ലോകം കാണിക്കണം. ഇതിൽ വലിയൊരു സംഭവമുണ്ട്. കാരണം ഈ ഒരു 60ഉം 70ഉം വയസ്സായ ആളുകൾ തീവണ്ടി യാത്ര നടത്താത്ത ആളുകളുണ്ടാവും, വിമാനയാത്ര സ്വപ്നങ്ങളിൽ മാത്രം കണ്ട ആളുകളുണ്ടാവും. അതൊക്കെ ഇന്ന് ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യമാകാൻ പോവാണ്. അഥവാ ഇവർ ഈ ഒരു ബസ്സിൽ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടും. അവിടുന്ന് നേരെ ട്രെയിൻ നേരെ പോകുന്നു ബാംഗ്ലൂര്. അവിടുന്ന് ബാംഗ്ലൂര് എയർപോർട്ടിൽ കയറി നേരെ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് യാത്ര. 2 in 1. ഒരൊറ്റ യാത്ര കൊണ്ട് 2 ലക്ഷങ്ങൾ ഇവർ സാധിച്ചെടുക്കുന്നതാണ്. ഇനി ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തീരം വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു യാത്ര നമ്മൾ ആരംഭിക്കാൻ പോകുന്നു, ഒഫീഷ്യലി ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മഞ്ചേരി MLA പി ഉബൈദുള്ള സാഹിബാണ് നമുക്ക് പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ സാറേ, നമ്മൾ ഈ യാത്രക്ക് ഒഫീഷ്യലി നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് വളരെ പ്രശസ്തമായ ഒരു സംഭവങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ ഒരു നിങ്ങളുടെ നാട്ടുകാർ ഈ മുൻകൈ എടുത്തിട്ടുള്ള ഈ ഒരു വലിയൊരു സംഭവത്തിന് സാറിന് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? പൂക്കോട്ടൂർ തീരം കൂട്ടായ്മ ഏറെ മാതൃകാപരമായ ഒരു പദ്ധതിക്കാണ് ഇവിടെ രൂപം നൽകിയത്. ഒരുപക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ വിമാനയാത്ര നടത്താൻ കഴിയാത്ത നമ്മുടെ വയോജനങ്ങൾ, അവർക്ക് വിമാനയാത്രയ്ക്കുള്ള അവസരം ഒരുക്കുകയാണ്. ഈ കരിപ്പൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാനം വഴി തിരിച്ചൊരു പക്ഷേ ട്രെയിനിൽ ഇതുവരെ യാത്ര ചെയ്യാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് ട്രെയിൻ യാത്ര കൂടി തിരിച്ചുള്ള യാത്രയാകുമ്പോൾ ഒരേ യാത്രയും വിമാനയാത്രയും ട്രെയിൻ യാത്രയും കൂടി നടത്താൻ ഈ പ്രായം ചെന്ന ആളുകൾക്ക് അവസരമൊരുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാതൃകാപരമായ ഒരു പരിപാടിയാണ് തീരം കൂട്ടായ്മ ഇവിടെ നടത്തുന്നത്. ഇതിനെല്ലാവിധ ഭാവങ്ങളും നേരിടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, നമുക്കൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഈ ഒരു യാത്രയുടെ അണിയറ പ്രവർത്തകരാണ് ഇവര്. ഓക്കെ, എന്താണ് ഈ ഒരു യാത്രയുടെ നിങ്ങളെ ലക്ഷ്യം? MLA സാറ് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഇത് എത്ര വർഷങ്ങളായി നിങ്ങളിത് നാട്ടിൽ തുടങ്ങിയിട്ട്? കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് നാടുകൾക്ക് മാതൃകയാക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് എത്ര കാലമായി? കഴിഞ്ഞ 10 വർഷമായി പൂക്കോട്ടൂർ പഞ്ചായത്തിലെ 8-9 വാർഡുകൾ കേന്ദ്രീകരിച്ച് മുതിർന്ന പൗരന്മാർക്ക്, പ്രായമായവർക്ക് വേണ്ടി അവരെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ 2 വാർഡിലുള്ള യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ തീരം വാട്സപ്പ് കൂട്ടായ്മ. അത് പല വർഷങ്ങളായി പല രീതിയിലും പല സ്ഥലത്തേക്കും നമ്മൾ സൗജന്യമായി അവർക്ക് ഇതേമാതിരിയുള്ള യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഒരു ദിവസം ഒരു യാത്ര അവർക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരു യാത്രക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ 60-65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇപ്പോഴും പിന്നെ വിമാനയാത്ര, തീവണ്ടി യാത്ര ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അതിന് യാത്രക്കുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് തീരം ഈ ഒരു സമയത്ത് എടുത്തുള്ള ഒരു പ്രയത്നം. അതിന് നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും വളരെ പൂർണ്ണ സപ്പോർട്ടാണ്. ഞങ്ങളുടെ ജനപ്രതിനിധികൾ, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഞങ്ങൾ പൂർണ്ണമായ സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നിന്ന് ട്രെയിൻ മാർഗം പിന്നെ ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് വഴി കോഴിക്കോട് എയർപോർട്ടിലേക്കുമാണ് ഞങ്ങളെ യാത്ര. 2 in 1 ആണ്, ഒറ്റ യാത്ര കൊണ്ട് 2 കാര്യങ്ങൾ. അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്, തിരിച്ച് ഇങ്ങോട്ട് പോരുന്നത് ഫ്ലൈറ്റിലാണ്. ഇനി വേറെ സംബന്ധിച്ച് ചോദിക്കട്ടെ, എത്ര പേരുണ്ട് ഈ ഒരു ബസ്സിനകത്ത്? ഈ ഒരു യാത്രയിൽ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ 30 പേരെയാണ് ഉൾക്കൊള്ളിക്കാൻ. ഈ ഒരു 8-9 വാർഡുകളിൽ 30 പേര് ഇതുവരെ ഈ ഒരു ട്രെയിൻ യാത്രയും ഫ്ലൈറ്റ് യാത്രയും നടത്താത്ത ആളുകളെ കൊണ്ടുപോകും. അവർക്ക് പൂർണ്ണമായിട്ട് പുതിയൊരു അനുഭവം കൊടുക്കുകയാണ്. അതെ. അത് ഞങ്ങള് MLA ഇപ്പൊ ഇന്ന് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക്
ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ പഞ്ചായത്തിലെ മറ്റുള്ള ഏരിയയിലേക്ക് കൂടി ഈ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇവിടെ പഞ്ചായത്ത് മാത്രമല്ല, എന്റെ പേഴ്സണലി ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേരളം മൊത്തം ഇത് ഏറ്റെടുക്കും. കാരണം വയസ്സായ ആളുകളെ വീടിനകത്ത് തളച്ചിടപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിന്നൊക്കെ മാറി അവരെ കൂടി ഒന്ന് എന്താ പറയാ ഒരു പുതിയ ഒരു തരത്തിലുള്ള വൈബിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരുപാട് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിന് ഒരുപാട് അഭിനന്ദനം ഉണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ അഭിപ്രായം എന്നുള്ള എനിക്ക് കേൾക്കണ്ടത്. ഇതിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഓലെയാണ് കേൾക്കേണ്ടത്. അപ്പോഴേ ഈ രസകരമായ ടൂറിൽ ഞാൻ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് കയറട്ടെ. നമ്മളൊക്കെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ടൂർ പോയിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ആളുകൾ കംപ്ലീറ്റ് സീനിയർ സിറ്റിസൺസ് ആണ്. അത് പറഞ്ഞ 60-70 ഒക്കെ വയസ്സായ ആളുകളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയിൽ ഒരു പക്ഷേ അതിൽ താഴെയുള്ള ആളുകളെയും കണ്ടേക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അത് ഒരിക്കലും ഒരു യാത്രയുടെ ആസ്വാദനത്തിന് പോകണമല്ല. ഈ പറയപ്പെടുന്ന വയസ്സായ ആളുകളുണ്ടല്ലോ, അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയേഴ്സ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇതിലെല്ലാവരും അത്യാവശ്യം പ്രായ ആളുകളാണ്. നിങ്ങൾ ഇതുവരെ ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടില്ല, ട്രെയിനും നടത്തിയിട്ടില്ല അല്ലേ? ഈ യാത്രനെ എന്താ പറയണേ, സന്തോഷമുണ്ടോ? പൊലിവിലാണ്, പൊലിവ് കട്ട കുത്തിയിരിക്കുകയാണ്. നിങ്ങളോ? ആണല്ലേ? എല്ലാവരും ഒരുപാട് ആളുകളുണ്ട്, ഭയങ്കര സന്തോഷത്തിന്റെ ഹാപ്പിയിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന് മുമ്പ് ടൂർ പോയിരുന്നല്ലേ? ഇപ്പം അങ്ങനെ ട്രെയിനും പിന്നെ ഇതുമായിട്ടുള്ള ഫസ്റ്റ് അനുഭവമാണ് അല്ലേ? നോക്കിയതേ ഒരുപാട് ആളുകളുണ്ട്, കുറെ ആളുകളുണ്ട് കേട്ടോ. നിങ്ങളും ഫസ്റ്റ് ആണ് അല്ലേ? ദേ ഒരു അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിക്ക് എന്താ പറയല്ലേ? സന്തോഷത്തിലാണ്, ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അതെ ഒരാളിതായിരിക്കണു. ചേട്ടാ എന്റെ പേരെന്തായിരുന്നു? ബാലൻ. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്ര നടത്താൻ പോകുന്നത്. സന്തോഷമുണ്ടോ? ഹാപ്പിയാണ് അല്ലേ? ഓ ഭയങ്കര പൊലിവാണ് ഇതേട്ടോ. ഇതാ ഇവിടെ രണ്ടാൾക്കാരുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണോ ഫ്ലൈറ്റും ട്രെയിനൊക്കെ പോണേ? ആദ്യമായിട്ടാ ജീവിതത്തില്? പ്ലെയിൻ ആദ്യമായിട്ടാണ് അല്ലേ? സന്തോഷമുണ്ടോ പോണീന്? എന്തായിരിക്കും എന്നുള്ളൊരു ആണല്ലേ? നിങ്ങളോ? ഫസ്റ്റ് രണ്ടും ആണ്, അടിച്ചു പൊളിക്കാന്നാണ് തീരുമാനം അല്ലേ? എത്രയായി? വയസ്സ് എത്രയാക്കണു? അത് നമുക്കൊരു മടിയില്ല, പക്ഷെ നമ്മൾ അടിച്ചു പൊളിക്കാണ്. ഇന്ന് മുതൽ നമ്മൾ ചെറിയ കുട്ടികളാണ്. 2 ദിവസം അല്ലേ? എന്താ തിരിച്ചു വരിക? നാളെ രാത്രി തിരിച്ചു വരും. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 2 സന്തോഷം ആസ്വദിച്ചിട്ട് പോരും. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും നിങ്ങളെ യാത്ര ഒക്കെ അടിപൊളിയാട്ടെ. എല്ലാവർക്കും നല്ല അടിപൊളി യാത്ര മംഗളം നേരാണ്. ഓക്കെ. അപ്പോഴേ എനിക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, അതേപോലെ തന്നെ എനിക്കുണ്ട്. എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവും. ഇത്രയും വലിയൊരു ഉദ്യമം കൊണ്ടു നടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് വേണം അല്ലേ? ഇത്രയും ആളുകൾക്ക് ട്രെയിനും അത് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. ഇതിനൊക്കെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന നിങ്ങൾ എങ്ങനെ കളക്ഷൻ ആണോ അതോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ? ഇത് ഞങ്ങൾ ഫണ്ട് രൂപീകരിക്കുന്നത് ഞങ്ങൾ പ്രവർത്തകർ മാത്രമാണ്. നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ എത്ര പ്രവർത്തകരുണ്ട്? ഗ്രൂപ്പിൽ 150ഓളം പേരുണ്ട്. അതായത് 50ഓളം പേര് എല്ലാ കാര്യത്തിലും ഫണ്ട് സ്വരൂപിക്കുന്ന ഈ ഒരു കൂട്ടായ്മ മാത്രമാണ്. പുറത്തുനിന്ന് ഞങ്ങൾ ഒരു രൂപ പോലും കളക്ഷൻ ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് നാട്ടിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഒരു 40-40ഓളം പേർക്ക് എല്ലാ മാസം പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമേ 50ഓളം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലത്തെ ഇതുപോലെ ടൂറ്, അതുപോലെ സന്തോഷകരമായി എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടിൽ ഇഫ്താർ മീറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സാമൂഹിക സേവനങ്ങളെല്ലാം ചെയ്യുന്നൊരു കൂട്ടായ്മയാണ് അല്ലേ? പെൻഷൻ പൊതുകാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് കാര്യങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കാറുണ്ട്. അതിന് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ഏറ്റവും കൂടുതൽ വയസ്സന്മാർക്ക് ആവശ്യമുള്ള സാഹചര്യം. ഇതില് വേറൊരു സംഭവം ഉണ്ട്. ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല. കാരണം ഈ ബസ്സിനകത്ത് ഞാൻ ഒരുപാട് കണ്ടത് പാർട്ടിക്കും ജാതിക്കും മതത്തിനൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാത്തിനും അതീതമായിട്ടാണ്. ലിംഗഭേദമില്ല. അതെ അതെ അതെ. ആണ് പെണ്ണൊന്നുമില്ല. രാഷ്ട്രീയക്കാരാണ് ഇവിടെ. നമ്മുടെ ഇഫ്താർ മീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ സംഘടനക്കാരും, അത് നാടിന്റെ ഒരു പൊതു ഉത്സവമായിട്ടാണ് നിങ്ങൾ നടത്തുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഈ ഒരു പ്രവർത്തനമായിട്ട്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ഹിദായത്തുള്ള അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ദീർഘകാലം മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. അതിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടുള്ള എല്ലാ ആരോഗ്യം ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കനിഞ്ഞാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എത്രയും പേർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായിട്ട് മുഴുവൻ പ്രവർത്തകർക്കും 1000 ആശംസകൾ. ഇനി വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളെ ഈ 8-9 വാർഡില് പ്രായമുള്ള ആളുകൾക്ക് യാതൊരുവിധ പ്രയാസം ഉണ്ടാവില്ല ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഒരു പ്രയാസം ഒരു പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം. അത് ഞങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വയസ്സന്മാരൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെയാണ് നിങ്ങൾ മാതൃകയാവുന്നത്. വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളാണ് ഇതില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ.